കൂടെ അപ്പി ഒന്ന് അവൾ അപ്പിയിട്ടിരിക്കുന്നു. പക്ഷെ പാമ്പേഴ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഡാഡനെ ഫുള്ള് എന്താക്കി വിട്ടു. ഹായ് ഗായ്സ്, അപ്പോൾ 2 ആഴ്ചയ്ക്ക് ശേഷം പിന്നെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അതായത് എല്ലാവർക്കും അറിയാം, ലാസ്റ്റായിട്ട് എന്താണ് ചിങ്ങൊരു കൊൽസ് വീഡിയോ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇട്ട് കൊടുക്കണം, അതായത് ഫസ്റ്റ് ആയിട്ട് ഇടുമ്പോൾ നിങ്ങൾ കാണിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല. കൊൽസ് എടുത്തപ്പോൾ തൊട്ട് ഇതുവരെയായിട്ട് ഇട്ടിട്ടില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്ന് അത് ഇട്ട് കൊടുക്കാന്നുള്ളൊരു പ്ലാനാണ്. അതായത് ചിങ്ങുവിൻ്റെ ഫസ്റ്റത്തെ റിയാക്ഷൻ എന്താണ്, എങ്ങനെയാണെന്നൊക്കെ അറിയണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്, ചിങ്ങുവിന് കൊൽസ് ഇട്ട് കൊടുക്കുക, ചിങ്ങുവിൻ്റെ റിയാക്ഷൻ എന്താണ് നോക്കുക, അങ്ങനെയൊക്കെയുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും അങ്ങനെയൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, ചിങ്ങു ഇത്ര നേരം ഉറങ്ങുമായിരുന്നു കേട്ടോ. അമ്മയുണ്ടോ? മമ്മിനെ കാണാനില്ല. എവിടെ ഗൈസ്? മമ്മിനെ കാണാനില്ല. മമ്മി ഇത്ര നേരം ചിങ്കുടും മമ്മിയും കൂടെ ഉറങ്ങുന്നുണ്ടായിരുന്നു. ഇപ്പൊ അവിടേക്ക് പോയെന്ന് അറിയില്ല. ഇവിടെ കണ്ടോ ഗൈസ്, 2 കുട്ടികളും കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിങ്കിടു, ഇത് വലിയ കുട്ടി, ഇത് ചെറിയ കുട്ടി. ചിങ്കിടു പൊന്നെ, ചിങ്കിടു ഇത്ര നേരം ഉറങ്ങിയതാണില്ലേ? വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ചിങ്ങനൊക്കെ സെറ്റ് ആയി കൊടുത്ത് റെഡി ആയി കൊടുത്തിട്ട് വീഡിയോ എടുക്കാൻ നോക്കി. അപ്പൊ ആൾക്ക് ഉറക്കം വരിക. ഫാന് നിർത്തിയപ്പോ നോക്കണേ പൊന്നാ ചിങ്കിടു പിന്നെ ബേബി. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞു കൊടുക്കും. ഞാൻ പറഞ്ഞു എന്നാലും ചിങ്ങുവിന് പാദസരം മേടിക്കാൻ നോക്കി. ഞങ്ങൾ ഏകദേശം 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ടാവും മേടിക്കാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം ഞങ്ങള് പാദസരം വീട്ടിൽ വന്നിട്ട് ഇട്ടും കൊടുത്തിട്ടില്ല. അതിന്റെ വീഡിയോകൾ എടുത്തിട്ടാലും ഞങ്ങളൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ ഞങ്ങൾക്കൊരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടുന്ന സമയത്ത് നിങ്ങളും കൂടി കാണിച്ചിടാന്നുള്ളൊരു ഇതുകൊണ്ട് ഞങ്ങൾ ഈ 2 ആഴ്ച കഴിയുന്നത് ഞങ്ങൾ ആ സംഭവം ഇട്ട് ചിങ്ങ് ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ. ഇവിടെ തന്നെ ഉണ്ട്, അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഇത് ചിങ്ങിന്റെ ഇട്ട് കൊടുത്തിട്ട് എങ്ങനെ ഉണ്ടാവും, അതുപോലെ തന്നെ ചിങ്ങിന്റെ റിയാക്ഷൻ എന്താണെന്നൊക്കെ അറിയാം. ദേഷ്യമൊക്കെ പെടും. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ പാദസരമാണെങ്കിലും അവിടെ നിന്നാണെങ്കിലും എടുക്കാൻ പോയ സമയത്ത് നല്ല മഴയും കാര്യങ്ങളായതുകൊണ്ട് ജസ്റ്റ് വേഗം പോയിട്ട് ചിങ്ങി ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയിട്ട് അങ്ങനെ വന്നിട്ട് ഫുള്ളായിട്ട് എങ്ങനെ ഉണ്ടാവും അറിയില്ല. വെറുതെ വെച്ച് നോക്കിയുള്ളൂ. അപ്പൊ സൈസ് കറക്റ്റ് ആവുക എന്താണെന്ന് അറിയില്ല. സ്റ്റാർട്ടിങ് സൈസ് എടുത്തില്ല. പുതിയ പൾസറിടാ ഓക്കെ ഇൻട്രസ്റ്റ് ആയി ഗൈസ്. ഇപ്പൊ ഉറങ്ങി അടിച്ചാണ്. ഇനി മൂഡ് എന്താണെന്ന് അറിയില്ല. ഇനിയിപ്പോ ഇത് ചെയ്ത് വരുമ്പോ തന്നെ അറിയുള്ളൂ. ബേബി എന്നാ പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം അല്ലേ? ചിങ്ങടൂര് കിടത്തിക്കോളൂ. ഓ, എനിക്ക് ഇട്ട് കൊടുക്കാൻ അറിയില്ലേ. ബേബി ഇട്ട് കൊടുത്തു. എനിക്ക് അഴിക്കണ്ട്, അറിയണ്ട്. കൂടെ അപ്പി ഒന്ന് ഗൈസ്, പണി പറ്റിച്ചു ഗൈസ്. അവൾ അപ്പിയിട്ടിരിക്കുന്നു. പക്ഷെ പാമ്പേഴ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോ ചിങ്ങുവിന് അപ്പിയൊക്കെ കഴുകി കൊടുത്തു അല്ലേ ബേബി? ഇതാ വേറെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇരിക്കുകയാണ് കള്ളിപ്പെണ്ണ്. ഓ, അപ്പൊ ഗൈസ് പറഞ്ഞ പോലെ നമുക്ക് പാദസരം ഇട്ട് കൊടുക്കല്ലേ? ആ അല്ല ബേബി, അത് അഴിച്ചു കൊടുക്കുക. അതായത് ഇപ്പൊ അവളുടെ കാലിലിട്ടിരിക്കുന്നത് തളയാണ് ബേബി. അതാ പറഞ്ഞു വിട്ടാ മറിയല്ലോ. അപ്പൊ കാലിലത് അഴിച്ചു കൊടുക്കണല്ലേ പറ്റുള്ളൂ. പക്ഷെ തളയിട്ട് കൊടുത്തിട്ട് വേറെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ലല്ലോ. പക്ഷെ നമുക്ക് എന്താ വെച്ചാല് ഈ പാദസരം ആകുമ്പോ കുറച്ച് അല്ല, ഇപ്പൊ നമ്മൾക്ക് പാദസരം ഇട്ട് കൊടുക്കാം. അവൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ആ നോക്ക്, ഡാഡ കുട്ടിന്റെ അഴിക്കണില്ലേ? വേണ്ട പറ ഡാഡന്റെ അടുത്ത് അഴിച്ചുണ്ടാ പറ. ചിങ്ങടോ കിടന്നിട്ട് നോക്കാണ്. കാലി പിടിച്ചിട്ട് അങ്ങോട്ട് ഓടുക തോന്നുന്നു. ഹലോ ബേബി, തളയൊന്ന് കാണിച്ചതാ. തളന്റെ ഒരു അവസ്ഥ കാണിച്ചിട്ടാ. ഇതാണ് വളഞ്ഞിട്ട് ഇതുപോലെ. പക്ഷെ വെയിറ്റ്ലെസ് ഒന്നും അല്ല. പൊട്ടിപ്പോയിട്ടൊന്നുമില്ല. കുറച്ച് തവണ പൊട്ടിപ്പോയിട്ടുണ്ടല്ലോ. ചാടിക്കളിക്കലാണ് ചിങ്കുവിന് മെയിൻ പണി. വസരട്ടോ
ചിങ്കിടോ ചിങ്കിടോ എന്താണ് ഈ കുട്ടിക്കുള്ളതാണ്. നന്നായി നോക്കണുണ്ട്. കാര്യായിട്ട് നോക്കണ എന്താ ഒരു തിളക്കം എന്ന് പറഞ്ഞിട്ടേ എന്താ അതാ അടുത്തു. ഇനിയിപ്പോ രണ്ടേം കൊണ്ടുള്ള അഭ്യാസമാണ് അടുത്തത്. അതും കൂടി താന്നെത്തി നോക്ക്. അതെ അതപ്പൊ അതറിയാണ്ട് വീണ് പോയതാട്ടാ. അല്ല സംഭവം അത് പിടിക്കാൻ പോയപ്പോ അറിയാണ്ട് വീണ് പോയതാണ്. മേടിച്ച കാര്യം. അപ്പൊ ചേച്ചി ആ കയ്യിലുള്ളത് ഇരുന്നോട്ടെ, ബാക്കി ഇട്ടോട്ട് നോക്കൊന്ന്, എന്നിട്ട് അപ്പോഴത് എങ്ങനെയെങ്കിലും നമുക്ക് മേടിക്കാം. ആയിക്കോട്ടെ. ഇപ്പോ ഒന്ന് തിരയും, അത് തിരയണ്ടത് എവിടെ പോയി എന്ന് പറഞ്ഞു. പക്ഷെ നോർമലില്ലേ ഇങ്ങനെ എടുത്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാല് കരയുണ്ടാ അല്ലേ? കയ്യിലുള്ള സംഭവം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാല് ഇട്ട് കൊടുക്കാം അല്ലേ? വായിച്ചിട്ട് കൊടുത്തു. ഇട്ട് കൊടുക്കൂ. ഇട്ട് കൊടുത്ത് ശീലമില്ല എന്ന് പറയണ്ട. ഞാൻ പിന്നെ ജ്വല്ലറിയിൽ നിന്നുകൊണ്ട് എനിക്ക് നല്ല ശീലമാണ്. യൂസ് ചെയ്തിട്ടില്ല അല്ലേ? ഇടാൻ പറ്റുന്നില്ല അല്ലേ? ഇട്ട് കൊടുക്കണം. പക്ഷെ എങ്ങനെയെങ്കിലും ഇട്ട് കഴിഞ്ഞിട്ടുള്ളത് എങ്ങനെയാണെന്നുള്ളൊരിത് ഉണ്ട് കേട്ടോ. കാരണം ഒരു കിലുക്കം ഉള്ളതുകൊണ്ട് ചിങ്കിടുവിൻ്റെ റിയാക്ഷൻ ആളിവിടെ ഒന്ന് കൈ പിടിച്ചിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു. ചിങ്കിടോ ചിങ്കിടോ എന്താണ് എന്താ കാഴ്ചന്? പിന്നെ കളിയിലാണ് അവിടെ. ഇതിപ്പോ കയ്യിൽ കിട്ടിയപ്പോ എങ്ങനെ ഇനിയിപ്പോ കാലിലാവുമ്പോ എന്താ അവസ്ഥ? അതായത് ഇല്ലേ, കാലില് മുട്ടുമ്പോ ചാടി കളിക്കുക. പക്ഷെ ഒന്ന് കാലില് വെറുതെ വെച്ച് കൊടുക്ക്. ഇതെന്നാ നോക്കിയോട്ടാ, കണ്ട കാലില് വെക്കുന്ന സമയത്ത് ചാടുക. അപ്പൊ ഫോണായിട്ട് പിടിക്കും. അപ്പൊ ചിങ്ങുവിന് പാദസരം ഇട്ട് കൊടുക്കാൻ പോകണേട്ടാ. രണ്ടും കളിപ്പിച്ചിട്ടാണ്. നോക്കട്ടെ. സമ്മതിക്കണമെങ്കിൽ എങ്ങനെ ഇട്ട് കൊടുക്കുക? ചിങ്ങടോ ഇത് ഇട്ട് കഴിഞ്ഞാല് കുട്ടിക്ക് കിലുക്കി കളിക്കാം. അപ്പൊ ഇളക്കാതെ നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്ന നോക്കട്ടെ. അവന്റെ കാലെടുക്കാൻ ഇടക്ക് സമ്മതിക്കുന്നില്ല. അതായത് ഫസ്റ്റ് ടൈം അല്ല ഇങ്ങനെ കിലുക്കുള്ളത് ഇടണത്. അടിപൊളി. നമുക്കൊരു കാര്യം ചെയ്യാം, ചിങ്ങൂടെ ഇട്ട് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അതാ നല്ലത്. അതാ നല്ലത്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, രണ്ടാളും കൂടി ഒന്ന് എങ്ങനെയെങ്കിലും ഇടട്ടെ. ഗൈസ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ അപ്രതീക്ഷിതമായിട്ട് ഇതാ ചിങ്ങുട് തന്നെ അടിച്ചിരുന്നു. ഇപ്പൊ പോയേനിപ്പോ വാശി പിടിച്ചോ തന്നെ അടിച്ചിരുന്നാണ് കേട്ടാ. വാശിനെ അങ്ങനെ ചാരി വെച്ചിരിക്കുന്നു. തന്നെ അടിച്ചിട്ട് ആളിരിക്കുന്നു. ഇങ്ങോട്ട് ഫ്രണ്ടിക്ക് മേലക്കുന്ന കേട്ടോ. ഫ്രണ്ടിക്ക് വരും. ഫസ്റ്റ് ടൈമാണ് ഇപ്പൊ ഇട്ട് കൊടുക്കുന്ന സമയത്ത്. പെട്ടെന്ന് അത് എടുക്കാൻ വേണ്ടി അടിച്ചാണ്. അങ്ങനെ ഇരുന്നു ആള്. ഇട്ടു. അല്ല എന്റെ കയ്യിൽ ഇവിടെ ഉണ്ട്. അപ്പൊ അത് എടുക്കാൻ വേണ്ടി വരികയാണ്. ഫൈനലി ഇട്ട് കൊടുത്തു. എങ്ങനെയെങ്കിലും ഇപ്പൊ എണിക്കണല്ലോ ആവശ്യങ്ങളൊരു. എണിപ്പിക്കോ? നിർത്തോ നോക്കട്ടെ. കാലിൽ എന്താണ് ഒരു സംഭവം? ഇനിയിപ്പോ കിലുക്കം എന്തെങ്ങനെ കേൾക്കും തോറും ഇനിയിപ്പോ ചാട്ടം കൂടുല്ലോ അവേ. കറക്റ്റ് ആണ് കേട്ടാ. അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കറക്റ്റ് ആവുന്നു. ഇനിയിപ്പോ ഇതൊന്നും വലിയില്ലോ അവേ. അപ്പൊ ഇനിയിപ്പോ എത്രത്തോളം ഇതാവുന്ന അറിയില്ല. എന്നാലും കുഴപ്പമില്ല. ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. കറക്റ്റ് ആണ്. അത് ഇനിയില്ലേ, കാല് പിടിക്കില്ലോ അവേ. കാല് പിടിക്കുന്ന സമയത്ത് കറക്റ്റ് കിട്ടിക്കോളും. അപ്പൊ ചിങ്കിടോ നാടിന്റെ ചിങ്കിടോ എവിടെ? ടാറ്റ് പോവാ നമുക്ക്. ടാറ്റ് പോവാ. ടാറ്റ പോവാ. ടാറ്റ പോവാ. ടാറ്റ പോവാ. ബാ ടാറ്റ പോവാ. ഒരാളിതാ പിടിക്കാൻ തുടങ്ങിട്ടാ. ഇപ്പോഴാണ് മനസ്സിലായത് എന്റെ കാലിൽ എന്തോ ഒരു സംഭവം ഉണ്ട് എന്നല്ലേ.
അവേ അമ്മീൻ്റെ അവിടെ അമ്മ അറിയില്ല എവിടെയാണ്. കാലിൽ കടിക്കാൻ വേണ്ടി എടുക്കണ്. ചിങ്കിടോ എന്താ കാണിക്കണേ? ആ കിടത്ത് നോക്കാം. ടണ്ടടേ ടണ്ടടേ ചിങ്കിടോ ചിങ്കിടോ എന്താടത്? കാലിൽ എന്തായിട്ടിരിക്കണേ? ഇതാ നോക്ക്, ഇവിടെ നോക്ക്. ചിങ്കിടോ ഡാഡിന് ചിങ്കിടോ എവിടെ? ഗൈസ് ആൾക്ക് കുറച്ചൊരു ഐഡിയ കിട്ടി. എന്നാ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എന്താണ് ഇപ്പം സംഭവം അല്ലേ? എന്താണ് ഇപ്പം സംഭവം പറഞ്ഞിട്ട് നോക്കല്ലേ ചിങ്കിടോ? അവേ എങ്ങനെയുണ്ട് ഇപ്പം ഇട്ട് കൊടുത്തപ്പോൾ? സൂപ്പറായിട്ടില്ലേ? മാച്ച് ആവണം തോന്നുന്നില്ല. നോക്കുതാ ഇവിടെ പോരാട്ടമാണ്. കാല് കടിക്കാണ് ഒരാള്. അതില്ല ഇനിയിപ്പോ ഇത് കളറൊന്നും ഡിമ്മാവുമല്ലോ. ഇതെന്താണ് ലെഗ് പീസാ? ഇറച്ചിക്കാലാണ്. ഇറച്ചി കടിക്കുന്ന പോലെ കടിക്കുന്നു നോക്ക ഒരാള്. ചിങ്കിടോ എന്തോ ആലോചിച്ചെടുക്കണോ? നോക്ക് എന്താ പോസ് തന്നിരിക്കേ? അല്ലല്ല അവിടെ കർട്ടൻ ഇളകണ്ടേ, അത് നോക്കിട്ടിരിക്കുന്നു. ചിങ്കിടോ ഇനിയിപ്പോ വേണ്ട, ഇവിടെ കർട്ടൻ ഇളകിക്കൊണ്ടിരിക്കുന്നുണ്ടാ. ആ ചെറിയ മൂമെന്റ്സ് ഒക്കെ ഇങ്ങനെ കാര്യമായിട്ട് ഇരുന്ന് ശ്രദ്ധിക്കണ്ടോ ചിങ്കിടോ? കുഞ്ഞിപ്പെണ്ണി നമുക്ക് അമ്മയ്ക്ക് കൊണ്ട് കാണിച്ചു കൊടുക്കാം. അമ്മന്റെ റിയാക്ഷൻ നോക്കാം. അമ്മ എവിടെയാണാവോ? അമ്മ ഹാളിലിരിക്കുന്നു. അമ്മയും കുട്ടി മാച്ച്. അതെ ഞങ്ങള് മറ്റേ മേടിച്ചിട്ട് ഇത്ര 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാത്തതുകൊണ്ട് എങ്ങനെയുണ്ടാവും. പക്ഷെ അപ്പൊ കുറച്ച് ലൂസ് ആയിരുന്നു അല്ലേ? ആ ഇട്ട് നോക്കുന്ന സമയത്ത് കുറച്ച് ലൂസ് പോലെ തോന്നിയിരുന്നു. അപ്പൊ അവര് പറഞ്ഞു എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നൂല് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. പക്ഷെ ഇപ്പൊ കറക്റ്റ് പോലെ ഉണ്ട്. കുഞ്ഞിപ്പിണ്ണി അപ്പോ ദേഷ്യപ്പെടുന്നു. നമ്മുടെ കള്ളി എത്തത് നോക്കട്ടെ നോക്കട്ടെ ചാടിന് സ്വത്തോടെ നമ്മുടെ സ്വത്തോടെ ചാടടാ ചിങ്കിടോ ചിങ്കിടോ. അതന്നെ ഇനി ചാടിക്കൊണ്ടിരുന്നു കേട്ടാ. ഇനി കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവ് ആകുമ്പോ അതായത് ഉറക്കത്തിന്റെ കുറച്ച് ചെറിയൊരു മപ്പുണ്ട്. അതെ അതുകൊണ്ടാണ് അവിടെ ഇല്ലെങ്കിൽ നല്ല കളിക്കുക. സ്വയം ചാടുക നമ്മള് പിടിച്ച് പൊക്കൊന്നും വേണ്ട. പക്ഷെ ഇപ്പൊ എന്താ പറയാ കാണുന്ന സമയത്ത് നമ്മൾ ആക്കണ പോലെ തോന്നും. പക്ഷെ അങ്ങനെയല്ല. സപ്പോർട്ട് മാത്രം. ഓ അമ്മന്റെ അതാണോ വേണ്ടത്? എപ്പോഴും എനിക്ക് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ, ഇട്ടിട്ടില്ലല്ലോ. അത് കാരണം അമ്മന്റെ അടുത്താണ് കൂടുതൽ പിടിക്കുക. ചിങ്കിടോ എന്താണ് എന്താണ് ചിങ്കിടോ എന്താണ്? പാൽസരം ഇട്ട് കൊടുത്തപ്പോ മൊത്തത്തിൽ മാറിയാ. അപ്പൊ പാൽസരം ഇട്ട് കൊടുത്തിട്ട് അധികം നമ്മൾ പ്രതീക്ഷിച്ച പോലെയുള്ള സംഭവങ്ങളൊന്നും കണ്ടില്ല. ആ അതാണ് സംഭവം. ചെവി പിടിച്ച് എന്താണ് അമ്മന്റെ അവിടെ എന്റെ അവിടേക്ക് ചാടി. ഇനിയിപ്പോ ഉറക്കം വന്നില്ല. അപ്പൊ എന്താണ് പാല് കുടിക്കാൻ വേണ്ടിട്ട് ആവശ്യത്തിലേക്ക് ചാടാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അതാണ് ഇപ്പൊ അങ്ങോട്ട് ഒരു ഇറക്കം പോലെ നിൽക്കുന്നുണ്ട്. ഉറക്കം വന്നു. അപ്പൊ ചിങ്കിന് ഉറക്കം വന്നു കേട്ടാ. ഉറക്കം വന്നിട്ട് ഇവിടെ പകുതി കഴിച്ച തല്ലാണ് വായിച്ച്.
ഉറക്കം വന്നിട്ട് അറ്റത്തെത്തിയാൽ കുറച്ച് ഇതാവും. അപ്പോൾ ഒരു കുറച്ച് കരച്ചിൽ കാര്യമുണ്ട് ആള്. ഗൈസ്, അപ്പോൾ നമ്മളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അതായത് ചിങ്ങനൂന് കൊലുസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണമെന്നുണ്ടായിരുന്നു. ഇട്ട് കൊടുക്കാനൊക്കെ ഗ്യാപ്പ് കിട്ടും. പക്ഷെ നമുക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്കും കൂടി കാണിച്ചിട്ടിടാന്നുള്ളൊരു പ്ലാനിങ് ഉണ്ട്. ഞങ്ങൾ അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയിട്ട് ഇട്ടത്. അതായത് അവൾക്ക് ഉറക്കത്തിന്റെ ഒരു ഇത് കൊണ്ടാണ് അവള് ഇതാവാതിരുന്നത്. അല്ലെങ്കിൽ നല്ല ഒന്ന് കളിച്ചിട്ടുണ്ടോ? അത് ഉറക്കം വന്നിട്ടാണ് മൂളി കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഓരോ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇതുപോലെ ഗ്യാപ്പ് ഇട്ടതൊക്കെ വരും. അങ്ങനെയാണ് ഇനി പറയുള്ളൂ. ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വരും പറഞ്ഞു കഴിഞ്ഞ് പിറ്റേ ദിവസം അതെ, 2 വീഡിയോ ഇടും. പിന്നെ ഇടാൻ പറ്റില്ല, സാഹചര്യങ്ങൾ കൊണ്ടാണ് വേണം വെച്ചിട്ടല്ല. ഞങ്ങൾക്ക് നല്ല ആഗ്രഹമാണ് എപ്പോഴും വീഡിയോ ഉള്ളതല്ലോ. ടൈം കിട്ടാറില്ല സത്യം. അപ്പോൾ എന്തായാലും ഗൈസ്, നമ്മുടെ വീഡിയോ ഒന്നും ഇത്രയേ ഉള്ളൂ. ഫുള്ളായിട്ട് കണ്ടിട്ട് എന്താണ് അഭിപ്രായം കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ.